സൗന്ദര്യം ഒരു ശാപമാണോ? ഇയാളെന്താ ചോദ്യം ചോദിക്കുന്നത് എന്ന് ചോദിച്ചു കളയരുത്. എറണാകുളത്ത് ചെങ്ങമനാട്ടുകാരോട് നമ്മൾ ഈ ചോദ്യം ചോദിച്ചാൽ അതിനൊരു ഉത്തരം അതേ എന്നവർ പറയും. കാരണം സൗന്ദര്യം ഒരു ശാപമാണെന്നൊരു പറയാൻ കാരണമുണ്ട്. ആലുവ കോട്ടായിലെ പാനായിത്തോട് നാട്ടുകാരുടെ വേദനയായ ആ കഥയിലേക്കാണ് ഞാൻ ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത്. സ്ഥലം ആലുവയ്ക്കടുത്ത കോട്ടായി ചെങ്ങമനാട് റോഡിലെ പനയക്കടവ് പാലത്തിന് സമീപമുള്ള പാനായിത്തോട്. ഒറ്റ നോട്ടത്തിൽ പൂന്തോട്ടമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ പ്രദേശവാസികൾക്ക് പാനായിത്തോടെന്നാൽ ഒരു വേദനയാണ്. ഒരു കാലത്ത് ഒരു നാടൊന്നാകെ കുടിക്കാനും കുളിക്കാനുമൊക്കെ ഉപയോഗിച്ചിരുന്ന പാനായത്തോട് ഇന്ന് കുളവാഴകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കോട്ടായിയിലെയും ചെങ്ങമനാട്ടെയും ജലസേചന വകുപ്പിന്റെ പദ്ധതികളെല്ലാം ഒരു കാലത്ത് പാനായിത്തോടിനെ ആശ്രയിച്ചായിരുന്നു. വിമാനത്താവളത്തിന്റെ നിർമ്മാണത്തിന് പിന്നാലെ പ്രദേശത്തെ പല തോടുകളും ഉപയോഗശൂന്യമായി. ആ കൂട്ടത്തിൽപ്പെടുന്നതാണ് പാനായിത്തോടും. ഒഴുക്ക് നിലച്ച് കുളവാഴകൾ കൊണ്ട് ജലാശയം നിറഞ്ഞു. ഇതോടെ ശുദ്ധജല പ്രതിസന്ധിയും കാർഷിക പ്രശ്നങ്ങളും രൂക്ഷമായി. പണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ വൈകുന്നേരം വന്നാൽ, കാലത്ത് വന്നാൽ വൈകുന്നേരം ഇവിടെ നിന്ന് കയറി പോകണേ. ഈ വെള്ളം തന്നെ ഇവിടെ തന്നെ കുളിക്കും. ഈ വെള്ളം തന്നെ ഞങ്ങൾ കുടിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴത്തെ സമയത്ത് ഈ വെള്ളത്തിനുള്ള മണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ ലോകത്ത് വേറെ ഒന്നിനും അതുപോലെ ഒരു മണമില്ല. അതുപോലെ അത്രയ്ക്കും വൃത്തികെട്ട വെള്ളമാണത്. പരാതി പറഞ്ഞുമടുത്ത നാട്ടുകാരിൽ പലരും നിയമപോരാട്ടങ്ങൾക്ക് മുതിർന്നതോടെ തോടിന്റെ സംരക്ഷണത്തിന് പല പദ്ധതികളും ആവിഷ്കരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. കുളവാഴകൾ നീക്കി തോട് പുനരുജ്ജീവിപ്പിക്കുമെന്നും വീതി കൂട്ടുമെന്നും ഒക്കെ പ്രഖ്യാപനം വന്നു. എന്നാൽ ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, കുളവാഴകൾ കാടുപോലെ വളർന്നു പന്തലിച്ചു. ചെങ്ങമനാട് തന്നെ താമസിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കിണറിൽ വെള്ളമില്ല. വന്ന വെള്ളം അഴുക്കാണ്. അതായത് ചെങ്ങമനാട് പഞ്ചായത്ത് ഞങ്ങളുടെ MLA ആണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ അത് MLA അടുത്തും പറഞ്ഞൊക്കെ പറഞ്ഞ് എല്ലാവരും വന്ന് എല്ലാ കൊല്ലം വന്ന് നോക്കും, അവർ പോവുകയും ചെയ്യും. തോട്ടിലൂടെ നീന്തിക്കുളിച്ചതും കണ്ണാടി പോലെയുള്ള വെള്ളം കോരിക്കുടിച്ചതുമൊക്കെ ഓർമ്മകൾ മാത്രമാകരുതെന്നും ശരിയായ നടപടികൾ എടുത്ത നാടിന്റെ ജലസ്രോതസ് വീണ്ടെടുക്കണമെന്നുള്ള ശക്തമായ ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. കണ്ടാൽ പ്രകൃതി രമണീയമായ സ്ഥലം, പക്ഷേ ഈ സൗന്ദര്യം ഒരു ശാപമായാണ് ഇവിടെയുള്ള ജനങ്ങൾ കണക്കാക്കുന്നത്. തങ്ങൾ കുടിച്ചതും കുളിച്ചതുമായുള്ള വെള്ളം വീണ്ടെടുക്കണമെന്നുള്ള ശക്തമായ ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അധികൃതർ ശരിയായ നടപടിയെടുക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ക്യാമറാമാൻ VS രാഹുലിനൊപ്പം YS അഭിനന്ദ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. പാനായിത്തോടിനെ പഴയ ആ പാനായിത്തോടാക്കി മാറ്റണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. കാണാം നമ്മൾ അവർ എങ്ങനെയാണ് നമ്മോട് പ്രതികരിച്ചതെന്ന്. ഞങ്ങളുടെ മത്സ്യസമ്പത്ത് നശിച്ച് ഫാക്ടറിയിലെ മാലിന്യം കംപ്ലീറ്റ് തള്ളപ്പെടുന്നത് ഞങ്ങളുടെ ഈ പുഴയിലേക്കാണ്, ഈ തോട്ടിലേക്ക്. നീന്തി കുടിച്ചും നടന്നുകൊണ്ടിരുന്നതാണ് ഈ ഇലക്കുടി. ഇപ്പോൾ കുളിക്കാൻ പോയിട്ട് ഒന്ന് കാല് നനയ്ക്കാൻ വരെ പറ്റൂല. ഒരു മനുഷ്യന് പിന്നെ അത് ഇറങ്ങാൻ പറ്റില്ല, പോത്തിറങ്ങൂല ഇതിനകത്ത്. അപ്പം സൂണ് ഇതിൽ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നതൊക്കെ തടയണം. നീന്തി കുളിക്കാനും അതിനുള്ള സൗകര്യങ്ങളും എല്ലാം കളിക്കുന്ന സ്ഥലമാണ് പനയക്കടവ്. ഇതിലേക്ക് പിള്ളേരൊക്കെ ഓടിക്കളിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ കാലഘട്ടം നോക്കുമ്പോൾ എയർപോർട്ടിൻ്റെ വെള്ളവും ഈ റൂബക്സിൻ്റെ വെള്ളവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെയാണ് ഈ കുളപ്പായലിൻ്റെ ഈ പരിപാടിയൊക്കെ ഉണ്ടാക്കി ഇട്ടേക്കണത്. കുളപ്പായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇവിടെ കുളിക്കുമ്പോൾ ഒരു കുളപ്പായലോ മറ്റേ അട്ടയോ ഭാഗങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഈ അട്ട ഒക്കെ ഇറക്കിയേക്കണത് ഈ റൂബക്സിൽ തന്നെയാണ്. ഞങ്ങളുടെ വർഷങ്ങളായിട്ട് കുളിക്കുന്ന കടവാണിത്. ഇവിടെ മാലിന്യങ്ങൾ നിറഞ്ഞു ഫുൾ പായലായി. ഇവിടെ കുളിക്കാൻ കൂടി ഇപ്പോൾ പറ്റുന്നില്ല. ഇവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് വരുന്ന എല്ലാ വേസ്റ്റ് മാലിന്യങ്ങളും ഇതിൽ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ കുളിക്കാൻ പോയിട്ട് കുടിക്കാൻ പോലും ഈ വെള്ളം കൊണ്ട് പറ്റുന്നില്ല. ഇപ്പോൾ ഇതാകെ മലിനമായിട്ട് ഈ പൂവാശ്ശേരി ഭാഗത്തൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിലെ വേസ്റ്റും ഒക്കെ ഇതിലേക്ക് പോകുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഈ പുഴ ആകെ മലിനമായി. ഇതിനി എങ്ങനെ ഞങ്ങളെല്ലാവരുടെ അടുത്തും ഇത് പരാതി പറയാറുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരുടെ അടുത്തും. പക്ഷേ പഞ്ചായത്താണെങ്കിലും ആരും ഇത് ശ്രദ്ധിക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് തോട് ഇതൊന്നും ഈ പായൽ നീക്കാറുണ്ട്, അല്ലാതെ ഇത് യാതൊരു ഗുണവുമില്ല. ഞങ്ങൾക്ക് വീണ്ടും പുഴ ഈ പൂർവ്വ അവസ്ഥയിലാക്കി കിട്ടാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്.